Hello friends, welcome to our YouTube channel A for ആർദ്ര. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ 500k സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു, അല്ല 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് അപ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. 4 ദിവസമായിട്ടോ 500 സബ്സ്ക്രൈബേഴ്സ്, 500k എന്ന് പറയുന്നത്, 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അപ്പോൾ ഞാൻ ഞാൻ വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. 500 ഒരു സന്തോഷം ഒട്ടും പ്രതീക്ഷിച്ചില്ല. ജാനുവരിയിലാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്. ജാനുവരി ഫെബ്രുവരി തീരാറായല്ലോ. അപ്പം തന്നെ എന്താ പറയുക, 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്താ പറയുക, എല്ലാവരോടും ഒരുപാട് താങ്ക് യു, നന്ദി, എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. വീഡിയോ കണ്ടതിന്, ലൈക്ക് ചെയ്തതിന്, ഷെയർ ചെയ്തതിന്, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്, കമൻറ്റ് ചെയ്തതിന്, എല്ലാത്തിനും ഒരുപാട് നന്ദി. പിന്നെ എന്താ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ചാനൽ തുടങ്ങുമ്പം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഇങ്ങനെ സംസാരിക്കാൻ. ഞാൻ കണ്ടിട്ടുണ്ട് കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയണം, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല. എന്താ പറയുക, ഞാൻ പറയുമ്പോൾ ഒരു ഒഫീഷ്യലായിട്ട് പറയണ പോലെയൊക്കെ എനിക്ക് തോന്നി. എനിക്ക് കാഷ്വലായിട്ട് പറയാൻ അറിയില്ല വീഡിയോയുടെ മുന്നിൽ. ഇപ്പോഴും അത്രേ ശരിയായിട്ടൊന്നുമില്ല ഞാൻ സംസാരിക്കണത്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പം ഞാൻ അങ്ങനെ യൂട്യൂബ് അങ്ങനെ കാണാത്തൊരു വ്യക്തിയാണ്. ഞാൻ അങ്ങനെ യൂട്യൂബ് ചാനൽ അങ്ങനെ കാണാറില്ല. അപ്പം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഓരോരുത്തരും എന്താണ് ചെയ്യണേ, അവർ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇടണത്, അങ്ങനെയൊക്കെ വേണ്ടി ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഓരോരുത്തർ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് ഇടണേന്നൊക്കെ അറിയാം. ഇതെന്തത് ഞാൻ പറയണത് കോപ്പി അടിച്ച് പറയേ. മാമിക്ക് എന്താ പറയാനല്ലേ? 500 വീണ്ടും 500k 500 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ക്ലാപ്പാണ് ആമിക്ക് നമ്മ കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ പറയരുത്. പിന്നെന്താ പറഞ്ഞോണ്ട് വന്നേ? അപ്പോൾ എനിക്കറിയാം, എന്താ പറയുക, ഇതിലിറങ്ങിയപ്പോൾ ഞാനിങ്ങനെ എന്ത് കണ്ടന്റ് ഡെയിലി ഇടും, അതെ, എന്ത് കണ്ടന്റ് ഇടും, എന്താണ് ഓരോ ദിവസം ഇടണ്ടേ, ഇങ്ങനെ ആലോചനയിലാണ്. രാത്രി കിടക്കുമ്പോൾ ഇപ്പോൾ ഐഡിയാസൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്തൊക്കെ വെക്കാറുണ്ട്. അന്ന് നാളെ അങ്ങനെ ചെയ്യാം, നാളെ ഷോർട്സ് ഇടാം. എനിക്ക് ലോങ് വീഡിയോ എടുക്കാനേ മടിയാണ്. എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ലോങ് വീഡിയോ എടുത്ത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുക, അതിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുക എനിക്ക് താല്പര്യമില്ല. അതാണ് ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി, എനിക്ക് തോന്നുന്നു ഒരു 2 വീക്കൊക്കെ ആയിട്ടുണ്ടോ ഞാൻ ലോങ് വീഡിയോസൊക്കെ എടുത്തിട്ട് തന്നെ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചെന്ന് 500 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആവട്ടെ. ഇല്ല 500 സംസാരിക്കട്ടെ. 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചു, ലോങ് വീഡിയോ ആയിട്ട് എടുക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ആമി ഓരോ വീഡിയോസ് കാണുമ്പോഴൊക്കെ ആമി നമുക്ക് ഇതുപോലെ ചെയ്യണം, ഇങ്ങനത്തെ വീഡിയോസ് എടുക്കണം, അച്ഛനെ വിളിക്കണം, നമുക്കെല്ലാം 3 പേർക്കും കൂടി ഒരുമിച്ച് ചെയ്യണം. ആമിയുടെ അച്ഛൻ വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വീഡിയോസ് എൻ്റെ അടുത്ത് പറഞ്ഞത് ബിഹൈൻഡ് ദ ക്യാമറ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, പക്ഷെ ഫ്രണ്ടിലേക്ക് എന്നോട് വരാൻ പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ കൊണ്ടുവരും. അങ്ങനെയാണ്. പിന്നെന്താ, അപ്പോൾ പിന്നെന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് 2 മാസം കൊണ്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആവുന്നു. പിന്നെ ആമിക്കുട്ടിയുടെ ചില ഷോർട്സൊക്കെ എന്താ പറയുക 3 lakh ഒക്കെ എത്താറായി. അയ്യോ, അതൊക്കെ 3 lakh എത്തിയില്ലേ? ആമിയുടെ അത് ഞാനും ചുമ്മായിട്ടൊരു ഷോർട്ട് എൻ്റെ കയ്യിൽ ഞാനത് ഇടണ്ട എന്ന് വിചാരിച്ചു എടുത്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല. ഞാൻ ഷൂട്ട് ചെയ്തതും പിന്നെ അതിലും കാണാൻ മാത്രമുള്ള കണ്ടൻ്റ് ഒന്നും എനിക്കതിൽ ഉള്ളതായിട്ട് എനിക്ക്
ഒട്ടും തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വേണ്ട, അത് ഇടണ്ട. പിന്നെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല വീഡിയോ കണ്ടിന്. അപ്പം എന്നാൽ തൽക്കാലം എന്നാൽ എഡിറ്റ് ചെയ്തിട്ട് അത് ഇട്ടേക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇട്ടൊരു ഷോർട്ടാണ് അത് 3 ലാക്ക് കയറി. അപ്പോൾ 3 ലാക്ക് ഇനി കുറച്ചും കൂടെ ഉള്ളു. ഇപ്പൊ 2.100 2,98,000 അങ്ങനെ എന്തോ സംസാരിക്കട്ടെ, അത്ര എത്തി. അപ്പൊ 3 ലാക്ക് എത്താൻ എനിക്ക് കുറച്ചും കൂടെ ഉള്ളു. അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യത്തെ ഒരു ഷോട്ട്, അതായത് ആദ്യമായിട്ടാണ് ആ ഒരു ഷോട്ട് ആദ്യമായിട്ടാണ് ആ ഒരു ഷോട്ട് ഇത്രയും റീച്ച് ആവണത്. അതിൽ ഒരുപാട് സന്തോഷം. പിന്നെന്താ, അപ്പം ഇനി അടുത്ത ടാർഗറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആണ് അടുത്ത ടാർഗറ്റ്. എനിക്ക് 1000 ആവണ്ടേ? അപ്പോൾ ഇനി ലോങ് വീഡിയോസൊക്കെ എനിക്ക് ഇടണം. എനിക്കിങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ വന്നിരിക്കുക എന്ന് പറയണതേ എനിക്കിഷ്ടമല്ല. അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ റെഡി ആവുക അതൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ കൂടുതലും ഷോർട്സ് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഷോർട്സിനാണെങ്കിലും നമുക്ക് കണ്ടന്റ് വേണമല്ലോ. അപ്പം ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ രാത്രി കിടക്കുമ്പോൾ ആലോചിക്കും നാളെ എന്ത് കണ്ടന്റ് ഇടും, നാളെ എന്ത്. ഇപ്പം ആമിക്കുട്ടിയുടെ ഒരു സ്കൂളിൽ പോണ വീഡിയോസും അല്ലെങ്കിൽ അവളുടെ എന്തെങ്കിലുമൊക്കെ കളിക്കണ വീഡിയോസൊക്കെയാണ് ഞാൻ കൂടുതൽ പ്രതീക്ഷ ഇടാൻ വിചാരിച്ചത്. പക്ഷെ എപ്പോഴും ഒരേ ടൈപ്പ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരേ കണ്ടന്റുള്ള ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബോറടിക്കില്ലോ. അപ്പം അതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ഡെയിലി ആലോചനയാണ്, എന്തിടും, അടുത്തത് എന്തിടും, നാളെ എന്തിടും, ഇതൊക്കെ തന്നെയാണ് ചിന്തിച്ച് കിടക്കുക രാത്രി കിടന്നുറങ്ങുമ്പോൾ. പിന്നെ ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കും ഓരോ യൂട്യൂബേഴ്സും എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം. അപ്പം ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ പരിചയമുള്ളവരെ കാണുമ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരാൾ സബ്സ്ക്രൈബ് ഇപ്പം നമ്മൾക്ക് 400 ആയെന്ന് വെച്ചാൽ 401, അതായത് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം. നമ്മളിപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ നോക്കും ഇത്ര സബ്സ്ക്രൈബ്, രാവിലെ എണീക്കുമ്പോൾ അത് ഞാൻ നോക്കണത് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി, നമുക്ക് കൂടിയിട്ടുണ്ടോ. അപ്പോൾ രാത്രി കിടക്കുമ്പോഴും ഞാൻ ലാസ്റ്റ് കിടക്കുമ്പോഴും നോക്കണത് അതാണ്, രാവിലെ എണീറ്റ് ഫസ്റ്റ് നോക്കണത് അതാണ്, എത്ര നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി, നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടോ, അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അറിയില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് ഇതിൽ ഈ 2 മാസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളെവിടെയും എനിക്ക് ട്രാവൽ വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്, എവിടെയും പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമിക്കുട്ടിയുടെ അച്ഛയ്ക്കാണെങ്കിൽ ഫുൾ ടൈം ജോലി. ആൾക്ക് സൺഡേ മാത്രമേ എന്താ പറയുക ഒരു ലീവുള്ളൂ, ഒരു ഹോളിഡേ അന്നത്തെ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് പിന്നെ നമ്മൾ കൂടുതലും എന്തെങ്കിലും വീട്ടിലെ അവരെ ചെറിയ ജോലികൾ, അപ്പോൾ ഒരു ദിവസം വീട്ടിൽ കിട്ടുമ്പോൾ കിടന്ന് ഉറങ്ങും, ഇങ്ങനത്തെയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ദിവസം അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ എവിടെയും പോകുന്നില്ല. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങാം. ഇവിടെ പ്രത്യേകിച്ച് എവിടെയും കാണാൻ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിലെ പോലെ അത്ര ഫ്രീഡത്തോടെ ഇറങ്ങി നടക്കാൻ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എവിടെയും പോണ വീഡിയോസ് എനിക്ക് ഇടാനും പറ്റുന്നില്ല. പിന്നെ വെക്കേഷൻ വരുന്നുണ്ട്. വെക്കേഷൻ വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകാൻ. എന്താ ചെയ്യണേ, വെക്കേഷൻ വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവാമല്ലോ, അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഞാൻ ചിന്തിച്ച് വെക്കുന്നത്. അപ്പം നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് 1000 എത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള എൻ്റെ നെക്സ്റ്റ് എയിം അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഞാൻ റെഡിയാക്കണം. ഇനി മടിയൊന്നും പിടിച്ചിരിക്കരുത്, ലോങ് വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആണ്. എന്താ പറയുക, തുടർന്ന് വീഡിയോസ് കാണണം, പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അല്ല എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം.
ഓക്കെ, അപ്പോൾ പിന്നെന്താ പറയുക, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുള്ള വലിയൊരു വിഷമം എനിക്ക് ഉണ്ട്. നമുക്ക് അറിയാൻ പറ്റുമല്ലോ യൂട്യൂബിൽ നോക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ അറിയില്ല, കൂടുതലും ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ്. അപ്പം എല്ലാവരും ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹാപ്പി ആവും ഞാൻ. അല്ലേ അമ്മി? സീറോ അല്ലല്ലോ സബ്സ്ക്രൈബിൻ്റെ, സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെല്ലൈക്കണും ഞെക്കണം അല്ലേ? ലൈക്കും കൊടുക്കണം, കമന്റ് വേണ്ടേ? കമന്റ് അങ്ങനെ ആക്കരുത്, ഇങ്ങനെ. അപ്പോ പിന്നെന്താണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സന്തോഷം ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ വന്നതാണ്. അല്ല, ഇനിയും ഓരോ ഫണ്ണി ആമിക്കുട്ടിയുടെ വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ്. നമുക്ക് എന്ത് വീഡിയോ ഒക്കെ ചെയ്യണ്ടേ ആമി? ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഓരോ വീഡിയോ അല്ലേ ആമി? അമ്മയുടെ വീഡിയോ അല്ലല്ലോ, ആമിയുടെ വീഡിയോ അല്ലേ? ചാനലിന്റെ പേരെന്തെന്നാ? അല്ല, ചാനലിന്റെ പേര്, നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് A4 ആർദ്ര എന്നാണ്. അതിൽ അമ്മയുടെ വീഡിയോസ് ആണ്, അമ്മയുടെ വീഡിയോസ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ വീഡിയോസ് ഓക്കെ, അപ്പൊ ആമിയുടെ വീഡിയോസ് വരുന്നതാണ്. ലോങ് വീഡിയോസ് വരും, ഷോർട്സ് വരും. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിച്ചിട്ട് അല്ലേ, എങ്ങനെ ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്, ലൈക്ക് ചെയ്തതിന്, ഷെയർ ചെയ്തതിന്, കമൻറ്റ് ചെയ്തതിന് എല്ലാവരോടും നന്ദി. തുടർന്നും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.